ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ദൈവകൃപയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്കിന്ന് ഭഗവാന്റെ ഭഗവത്ഗീത, ഭഗവാൻ കൃഷ്ണൻ അർജുനന് കൊടുക്കുന്ന ഉപദേശം നമുക്കും ഇവിടെ ഉള്ളതാണല്ലോ. നമുക്കത് ഒക്കെ നമുക്ക് മനസ്സിലാക്കാം മക്കളെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 3-ാം അധ്യായം കർമ്മയോഗത്തിൻ്റെ 25-ാമത്തെ 24-25 നമ്മൾ വായിച്ച് മനസ്സിലാക്കിയത്. അതായത് ധർമ്മസ്ഥാപനത്തിനും ലോക അനുഗ്രഹത്തിനുമായി ഉദ്യമിക്കുന്ന ഞാൻ തന്നെ ധർമ്മം നശിപ്പിക്കാനും ലോകത്തെ നിഗ്രഹിക്കാനും ഹേതുവായി തീർന്നേക്കും. ഭഗവാൻ ഇവിടെ ധർമ്മം രക്ഷിക്കാനും നമുക്കെല്ലാം നന്മയ്ക്ക്, ലോകത്തിന് നന്മയ്ക്ക് വേണ്ടി വന്ന ഭഗവാൻ മുഖാന്തരം ലോകം നശിക്കാൻ കൊള്ളാമോ? അപ്പോൾ ഭഗവാൻ അത് എന്തായിത്തീരും? നന്മയ്ക്ക് വേണ്ടി അവതരിച്ചിട്ട് ലോകം നശിപ്പിച്ചെന്ന് വരത്തില്ലേ? അതുകൊണ്ട് ഭഗവാൻ എന്താ പറയുന്നേ? അതുകൊണ്ടാണ് ഞാൻ സാധാരണക്കാരെ പോലെ കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. എന്നാലോ ഇവിടെ അവതാരമായിട്ട് എല്ലാം ചെയ്ത് കാണിച്ചു തരുന്നു. അല്ലെങ്കിൽ നമ്മളും മടിയന്മാരായി ഒന്നും ചെയ്യാതെ കഴിഞ്ഞുകൂടും. ഭഗവാൻ ചെയ്തില്ലെങ്കിൽ കൃഷ്ണൻ ചെയ്യുന്നില്ല, എന്നാൽ നമ്മളെന്തിനാ ചെയ്യുന്നത് എന്ന് കണ്ട് പഠിക്കാതിരിക്കാൻ ഭഗവാൻ എല്ലാ കർമ്മങ്ങളും ചെയ്ത് കാണിച്ചു തന്നു. അതുകൊണ്ട് ഇവിടെ വിദ്യ, ധനം, ഐശ്വര്യം, ആഭിജാത്യം ഇങ്ങനെയുള്ള മുതലായ ഉയർന്ന തരത്തിലുള്ളവരുണ്ടല്ലോ. ഈ ലോകത്തിന് എത്രയൊക്കെ ആയാലും ഉയർന്നതും താണയുള്ള കുറേ അങ്ങനെ തന്നെയാണ് ലോകം. കാരണം ധനവാനും ഐശ്വര്യമുള്ളവനും വിദ്യയുള്ളവനും എല്ലാം അങ്ങനെ ആഭിജാത്യം ഇതൊക്കെ ഉള്ളത് അങ്ങനെ ഉള്ളവർ പോലും കർമ്മം ചെയ്ത് കാണിച്ചു തരുന്നു. അവർക്ക് ചിലപ്പം എന്തുകൊണ്ടും വിദ്യ കൊണ്ടോ അല്ലെങ്കിൽ ധനം കൊണ്ടോ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. എങ്കിൽ പോലും അവരുടെ മക്കളൊക്കെ കണ്ടു പഠിക്കണ്ടേ. അതുകൊണ്ട് എല്ലാം ചെയ്ത് കാണിച്ചു കൊടുക്കും. മഹാത്മാക്കളെല്ലാം അങ്ങനെയാണ്. അതുകൊണ്ട് ഇവിടെ ഭഗവാൻ പറയുന്നു, അർജുന, അജ്ഞാനികൾ കർമ്മത്തിൽ ആസക്തിയോടെ കർമ്മം ചെയ്യുന്നത് പോലെ തന്നെ ലോക സംഗ്രഹം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വിദ്വാൻ. അപ്പോൾ ഒരു വിദ്വാനാണ് ലോകത്തിൻ്റെ നന്മയ്ക്ക് ആഗ്രഹിക്കൂ. ഭഗവാൻ എന്താണ്? ലോകം നന്മയ്ക്ക് വേണ്ടി വന്നു. ഈശ്വരൻ നമ്മുടെ എല്ലാം നന്മയ്ക്ക് വേണ്ടി വന്നു. അതുപോലെ ഒരു വിദ്വാനും ലോക നന്മയ്ക്ക് വേണ്ടി ഒരു വിദ്വാൻ എന്ന് പറഞ്ഞാൽ ഈ ലോക ജീവിതത്തിലെ വിദ്വാനല്ല, ആത്മീയമായ ഈശ്വരൻ്റെ ഈ നിഷ്ഠകളെല്ലാം അതുപോലെ പ്രാവർത്തികമാക്കി ഈ ലോകത്തിലെ എല്ലാവരും നന്നാവണം, ആരും നശിച്ചു പോകരുത് എന്നാണ് ഒരു യഥാർത്ഥ ജ്ഞാനി, ഒരു ഭക്തൻ ചിന്തിക്കുന്ന, ഒരു സാക്ഷാത്കരിച്ച ഒരാൾ. ഒരു ഭക്തനെന്ന് വെച്ചാൽ സാക്ഷാത്കരിക്കുക വെച്ചാൽ എന്താണ്? അദ്ദേഹത്തിന് വേണ്ടതായിട്ടൊന്നും ഒന്നുമില്ല, എല്ലാം തെളിച്ച ആളാണ്. അദ്ദേഹത്തിന് ഒരു കർമ്മം ചെയ്യണമെന്നുമില്ല, ചെയ്തെന്നും പറഞ്ഞു ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ സാക്ഷാത്കാരം എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ അറിഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം ആരാകുന്നു എന്ന് താനിനെ അറിഞ്ഞൊരു വ്യക്തിയാണ് ഇവിടെ വിദ്വാൻ എന്ന് പറയുന്നത്, ജ്ഞാനി എന്ന് പറയുന്നത്. ആ ജ്ഞാനി വെറുതെ ഇരിക്കുന്നില്ല. കാരണം എന്താ? വെറുതെ ഇരുന്നാൽ അദ്ദേഹത്തിന് ഒരു കുടുംബം ഉണ്ടാവും. ഈ ജ്ഞാനികൾക്കും ഉണ്ട് കുടുംബം, ഭാര്യയും മക്കളും ഒക്കെ. അപ്പോൾ അദ്ദേഹം ചെയ്യാതിരുന്നാൽ എന്ത് വരും? ഈ കുട്ടികൾ അത് കണ്ടു പഠിക്കത്തില്ലേ, അച്ഛൻ ഇതൊന്നും ചെയ്യുന്നില്ല, നമുക്കൊന്നും ചെയ്യണ്ട എന്ന് കാണത്തില്ലേ. അതുപോലെ അദ്ദേഹം ചെയ്യുന്ന കണ്ട് വേണം ഇന്നടത്ത് ഇന്നാരും ഒരു മഹാത്മാവായിട്ട് പോലും സർവ്വകർമ്മങ്ങളും ചെയ്യുന്നു. അത് കണ്ട് ഈ കുട്ടികൾ ചെയ്യുന്നത് പോലെ തന്നെ മറ്റ് അന്യജനങ്ങൾ എല്ലാവരും അത് കണ്ടു പഠിക്കണം. അതെന്താ കാരണം? അദ്ദേഹം ചെയ്യുന്നതിനാ ലോക നന്മയ്ക്ക് വേണ്ടി. അദ്ദേഹത്തിൻ്റെ കുട്ടികൾ നന്നാവണമെന്ന് ഓർത്തല്ല, ഞാൻ ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹത്തിന് സ്വന്തം മക്കളും നന്നാവണം, ലോകത്തിൻ്റെ നന്മയ്ക്ക് എല്ലാവരും നന്നാവണം. അതാണ് ഒരു ജ്ഞാനി ചിന്തിക്കുന്നത്. ലോകത്തിൻ്റെ ഉദ്യമനത്തിന് വേണ്ടി അദ്ദേഹം നിലകൊള്ളുന്നത്. അല്ല സ്വന്തം മമതയില്ല, അദ്ദേഹത്തിന് സ്വന്തം ഭാര്യയെന്നോ സ്വന്തം മക്കളോ അവർ നന്നായാൽ മാത്രമേ എന്നുള്ള ചിന്തയല്ല. ലോകമേ അദ്ദേഹത്തിൻ്റെ കുടുംബവും മക്കളും എല്ലാവരും അവരുടെ എല്ലാവരും അദ്ദേഹത്തിനെ തന്നെയായിട്ടാണ് കാണുന്നത്. ആരും നശിച്ചു പോകുന്നത് ഇഷ്ടമാവത്തില്ല. അതുകൊണ്ട് ഒരു ജ്ഞാനി പോലും സർവ്വതും ചെയ്യുന്നു, ഒന്നിനു വേണ്ടിയല്ല, ഒരു ഫലത്തിന് വേണ്ടിയല്ല. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ലോക സംഗ്രഹം, ലോക നന്മയ്ക്ക് വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്വാൻ, ഒരു ജ്ഞാനി, ഇതുപോലൊരു ഭക്തൻ ആസക്തിയെ വെടിഞ്ഞ് കർമ്മങ്ങൾ ചെയ്യണം. അപ്പോൾ ആ ഭക്തനും കർമ്മങ്ങൾ ചെയ്തേ പറ്റൂ. കാരണം അല്ലെങ്കിൽ ആരും അത് കണ്ട് ചെയ്യാതിരിക്കും. അതുകൊണ്ട് ഈ ഭക്തനും കർമ്മങ്ങൾ എന്ത് ജോലിയാലും ചെയ്ത് കാണിക്കണം. കാരണം എന്താ? മറ്റുള്ളവരത് കണ്ട് പഠിക്കാൻ, നന്നാവാൻ. എന്നാൽ ഒരേ ഒരു വ്യത്യാസമുണ്ട്. കാരണം ഫലം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ വിദ്വാൻ ലോക നന്മയ്ക്ക് വേണ്ടി സർവ്വകർമ്മങ്ങളും ഈ ആസക്തിയോടുകൂടി ചെയ്യുന്നത് പോലെ ചെയ്യും.
ഒരു ഫലം ആഗ്രഹിച്ച ഒരു അജ്ഞാനി എങ്ങനെ കർമ്മം ചെയ്യുന്നത്? എനിക്ക് ഇന്നത് കിട്ടണം, ഇന്നത് കിട്ടണം, അത് കിട്ടിയേ അടങ്ങും, അത് ആസക്തി. അങ്ങനെ ചെയ്യുന്നത് പോലെ തന്നെയാണ് സന്തോഷമായിട്ട് തന്നെ ഈ ജ്ഞാനിയും ചെയ്യും. പക്ഷേ രണ്ടിലും ഉണ്ട് വ്യത്യാസം. ജ്ഞാനിക്ക് ഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്നു, അജ്ഞാനി ഫലം ആഗ്രഹിച്ച് ചെയ്യുന്നു. ഇത് രണ്ട് വ്യത്യാസമാണ് ഇതിലുള്ളത്. അപ്പം ഈ ജ്ഞാനി എന്താ ഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്നത്? ഈ ലോകം നന്നാവണം എന്ന് ഓർത്തിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. സന്തോഷത്തോടെയാണ് ചെയ്ത് കാണിക്കുന്നത്, എല്ലാവരും അത് കണ്ട് പഠിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഭഗവാൻ പറയാം, അർജുന, ഇത് അർജുനൻ്റെ കർമ്മം, അർജുന് വേണ്ട തൊഴിൽ അദ്ദേഹത്തിന് ഈ യുദ്ധമായതുകൊണ്ട് എല്ലാവരും നീ വെറുതെ ഇരുന്നാൽ, കർമ്മം ചെയ്യാതിരുന്നാൽ നിന്നെ കണ്ട് എല്ലാവരും പഠിക്കത്തില്ലേ? അതുകൊണ്ടാണ് ഇവിടെ ഒരു ജ്ഞാനി എന്ത് ചെയ്യണം? ഫലം ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യുക. അപ്പോൾ അത് കണ്ടുവേണം മറ്റുള്ളവരും ചെയ്യാൻ. അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കിയത്. നമുക്ക് 26-ാമത്തെ ശ്ലോകം വായിക്കാം. ന ബുദ്ധിഭേദം ജനയേതജ്ഞാനാം കർമ്മസംഗിനാം ജോഷേൽ സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ. അതായത് ജ്ഞാനി, അതായത് വിദ്വാൻ, യഥാർത്ഥ ഒരു സന്യാസി എന്ത് ചെയ്യുന്നു? ജ്ഞാനമില്ലാത്തവരും, അതായത് ഈ എല്ലാവരും സന്യാസി ആവത്തില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ മക്കളാവാം, അയൽക്കാരാവാം, ഈ ലോകം മൊത്തം ആകാം. അപ്പോൾ ഒരു ജ്ഞാനി ലോകത്തെ എല്ലാവരെയും ഒന്നുപോലെയല്ലേ കാണുന്നത്. അപ്പോൾ ഈ ജ്ഞാനി എന്ത് ചെയ്യുന്നു? ജ്ഞാനമില്ലാത്തവർ, അറിവില്ലാത്തവർ വെച്ചാൽ എന്താണ്? ഈ ലോകത്തിലെ അറിവല്ല, ആധ്യാത്മികമായ അറിവില്ലാത്ത അജ്ഞാനികൾ, ജ്ഞാനമില്ലാത്തവർ എന്ന് പറയും. അവരെന്ത് ചെയ്യുന്നു? കർമ്മങ്ങൾ ആസക്തിയുള്ളവരാണ്. കാരണം ഇന്ന് നമുക്ക് തന്നെ അറിയാം, ഇന്ന് എനിക്ക് അഥവാ കർമ്മത്തിൽ ആസക്തിയില്ല, എൻ്റെ മക്കൾക്ക് അത് അങ്ങനെ ആവണമെന്നുണ്ടോ? അവർ ചെയ്യുന്ന കർമ്മത്തിന് അവർ പങ്ക് പറ്റുന്നു, കിട്ടുമെന്ന് ധരിക്കുന്നു. പക്ഷെ അവർ ഒരു പരുവം വരെ അവരും നമ്മളും പണ്ടിങ്ങനെ അല്ലായിരുന്നു. ഞാനിത് കിട്ടുന്നു, അത് ചെയ്യുമ്പോൾ ഇന്നതാ കിട്ടാം എന്ന് നമ്മളെല്ലാം ഒരു കാലത്ത് ചിന്തിച്ചിട്ടുള്ളവരാണ്. അത് പോകെയാണ് ഇങ്ങനെ എല്ലാത്തിൽ നിന്നും മുക്തനാകുന്നത്. അതുകൊണ്ട് ഈ അജ്ഞാനിയായ, ജ്ഞാനമില്ലാത്തവരെന്ത് ചെയ്യുന്നു? കർമ്മങ്ങൾ ആസക്തി ഉള്ളവരാണ്. അങ്ങനെ ഉള്ളവർക്ക് ബുദ്ധിക്ക് മാറ്റം ഉണ്ടാക്കരുത്. കാരണം ഇദ്ദേഹം ഒരു ജ്ഞാനി, ഇനി എത്ര ഉപദേശം കൊടുത്താലും അവരുടെ ബുദ്ധിക്ക് മാറ്റം, കാരണം അവരങ്ങനെ എല്ലാവരും അങ്ങനെ ജ്ഞാനി ആകത്തില്ല. പക്ഷേ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നാ? ഒരു ജ്ഞാനി എന്തായിത്തീരണമെന്നാ? ഈ ആസക്തി ഉള്ളവരാണ് മറ്റ് സാധാരണക്കാർ, ജ്ഞാനമില്ലാത്തവർ. അങ്ങനെയുള്ളവർക്ക് ബുദ്ധിക്ക് മാറ്റം ഉണ്ടാക്കരുതേ. ശ്രദ്ധയോടെ തന്നെത്താൻ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, അതായത് വിദ്വാൻ എന്ത് ചെയ്തു കാണിക്കണം? തന്നെത്താൻ, ഈ വിദ്വാൻ, ഈ യഥാർത്ഥ ജ്ഞാനി അയാളുടെ കർമ്മങ്ങൾ എന്താന്ന് വെച്ചാൽ അതെല്ലാം ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിപ്പിക്കണം. അല്ലാതെ ഞാനിപ്പോൾ എനിക്ക് ഒരു കർമ്മവും ചെയ്യേണ്ടതായിട്ടില്ലെന്നിരിക്കട്ടെ, ഞാനത് വെറുതെ ഇരിക്കാതെ മറ്റുള്ള എൻ്റെ മക്കളോ ഇവിടെ ഉള്ള കുട്ടികളോ മറ്റുള്ളവരോ എന്നെ കണ്ട് സർവ്വപേരും ചെയ്ത് പഠിക്കണം. പക്ഷേ അവരെ ഈ ബുദ്ധിക്ക് മാറ്റം ഉണ്ടാക്കരുതെന്ന് പറയുന്നത് എന്താണ്? അവരെ കുട്ടിനാൾ തൊട്ടേ അറിവില്ലാത്തവരെ പെട്ടെന്ന് പിടിച്ച് നിങ്ങൾ ആസക്തിയില്ല ചെയ്യണം അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് വല്ല അവരുടെ തലമണ്ടേ കയറുമോ? വല്ല ജ്ഞാനം അവർക്ക് ഉദിച്ചിട്ടുണ്ടോ? ഇത് പോകെ പതുക്കെ അത് കഴിഞ്ഞ ജന്മത്തെ സുഹൃതം കൊണ്ടൊക്കെയല്ലേ ഒരു ജ്ഞാനി ആയി തീരത്തുള്ളൂ. 1,00,000-ലോ അല്ലെങ്കിൽ 1000-ലോ ഒന്നൊക്കെയല്ലേ കാണും ഒരു ജ്ഞാനി. അപ്പോൾ ജ്ഞാനികൾ എന്ത് ചെയ്യും? മറ്റുള്ളവരെ കൊണ്ട് അവർ മടിയില്ലാത്തവരായി നല്ലവരായി നല്ല കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള പ്രയത്നം ചെയ്യിപ്പിച്ച് പഠിപ്പിച്ച് കാണിച്ച് കൊടുക്കണം. അതാണ് പറയുക, ഒരു ജ്ഞാനി, അതായത് ഒരു വിദ്വാൻ അറിവില്ലാത്തവർക്ക്, അതായത് ജ്ഞാനമില്ലാത്തവർക്ക് കർമ്മങ്ങൾ ആസക്തി ഉള്ളവരാണല്ലോ. അതുകൊണ്ട് അവർക്ക് അങ്ങനെയുള്ളവരുടെ ബുദ്ധിക്കൊരു മാറ്റം ഉണ്ടാക്കണ്ട. നിങ്ങൾ ഫലം ആഗ്രഹിക്കുക ചെയ്യണമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിരുന്ന കാര്യമില്ല. കാരണം അങ്ങനെ എല്ലാവരും അങ്ങനെ ആവത്തില്ലല്ലോ. അതുകൊണ്ട് ശ്രദ്ധയോടെ തന്നെത്താൻ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, ശ്രദ്ധയോടെ എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പം ഞാൻ തന്നെ ഇതൊരു കർമ്മമാണ്, ഇത് ഞാൻ ഒരു ഫലവും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഇങ്ങനെയൊക്കെ ഉദാഹരണം പറയുമ്പോൾ മക്കൾക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു കർമ്മം നിങ്ങൾ കണ്ടോളൂ. അപ്പോൾ അത് ശ്രദ്ധയോടെ ചെയ്യണം. ഇതെന്താ ശ്രദ്ധയോടെ ചെയ്യുന്നത്? ഫലം ഒന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞ് വല്ല വിധേന ചെയ്താൽ പറ്റുമോ? അത് ശരിയാവുമോ? നമുക്കുള്ള അറിവിനൊത്ത് ഉള്ളത് മനസ്സിലാക്കി ആ ശ്രദ്ധയോടുകൂടി തന്നെങ്കിലല്ലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ, ഏത് കർമ്മമായാലും. ഞാനല്ലാതെ ഇപ്പം ഒരു പായസം വെക്കുന്നു, അത് ശ്രദ്ധയോടുകൂടി അത് അവിടെ നിന്ന് എന്തൊക്കെ അത് ചേർക്കേണ്ട സമയത്തും അതിൻ്റെ യുക്തി എങ്ങനെയാണെന്ന് വെച്ചാൽ അതെല്ലാം മനസ്സിലാക്കി അവിടെ ശ്രദ്ധയോടുകൂടി ചെയ്തെങ്കിലല്ലേ അത് ആ പായസം യഥാർത്ഥമായി തീരുള്ളൂ. അത് ആര് കാണണം? മറ്റ് ജ്ഞാനമില്ലാത്തവർ അത് കണ്ട് പഠിക്കണം. പക്ഷേ ഇവിടെ ഈ ജ്ഞാനി എന്താ ചെയ്യുന്നത്? അത് കർമ്മം ചെയ്യുന്നു, പക്ഷേ അദ്ദേഹത്തിന് ആസക്തിയില്ല. അത് പിന്നെ പാകമാകുമ്പോൾ എനിക്ക് കുടിക്കാം, അല്ലെ ഞാനാണത് ചെയ്തത്, എനിക്കെൻ്റെ ഫലം കിട്ടും എന്നുള്ള അങ്ങനെയുള്ള ശ്രദ്ധയോടെയല്ല ചെയ്യുന്നത്.
അല്ലാത്ത ശ്രദ്ധ അത് എങ്ങനെ വൃത്തിയായി ചെയ്താൽ എങ്ങനെ ആയിത്തീരും, ആ ഒരു ശ്രദ്ധയോട് ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇതൊന്നും ചെയ്യണമെങ്കിൽ പോലും മറ്റുള്ള കുട്ടികളത് കണ്ട് പഠിക്കണം. പക്ഷെ അവർക്ക് പെട്ടെന്ന് ഈ ജ്ഞാനിയാകാത്തവരാണല്ലോ, അതാണ് ഇവിടെ പറഞ്ഞത്. ജ്ഞാനം അല്ലാത്തവരുടെ കാര്യമാണ്. അല്ലാത്തവർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. ശ്രദ്ധയോടെ തന്നെത്താൻ കർമ്മങ്ങൾ, ഞാൻ തന്നെ കർമ്മങ്ങൾ ചെയ്ത് തന്നെ അവരെ കാണിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം, അവരെ കൊണ്ടുകൂടെ ചെയ്യിപ്പിക്കണം. അപ്പം മറ്റുള്ളവരെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിപ്പിക്കണം. അല്ലെങ്കിൽ എന്ത് വരും, ഈ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരുന്നാൽ എൻ്റെ കാലം കഴിയുമ്പോൾ അവരെങ്ങനെ ചെയ്ത് ജീവിക്കും? അവർക്ക് കുടുംബവും ഈ കാര്യങ്ങളും എല്ലാം അവർ അറിയണ്ടേ? അപ്പം നമ്മൾ പഠിപ്പിക്കാതിരുന്നാൽ പറ്റുമോ? ഞാനൊരു മുമുഷുവായി സന്യാസിയായി അല്ലെങ്കിൽ ഒരു ജ്ഞാനിയായി എനിക്കൊന്നും ചെയ്യേണ്ടതായിട്ടില്ല എന്നും പറഞ്ഞ് എപ്പോഴും ധ്യാനിച്ച് തന്നെ ഇങ്ങനെ ഇരുന്നാൽ പറ്റുമോ? അപ്പോൾ മറ്റുള്ള കുട്ടികളത് കണ്ട് പഠിക്കത്തില്ലയോ? ഇപ്പം എൻ്റെ അനുഭവത്തിലേക്ക് പറയാൻ പറ്റും. എൻ്റെ അച്ഛൻ അങ്ങനെ ഇരുന്നെങ്കിൽ ഞങ്ങളൊക്കെ അത് പഠിക്കാൻ പറ്റുമോ? അച്ഛൻ സാക്ഷാത്കരിച്ച ആളാണ്. അതുകൊണ്ട് മറ്റ് കർമ്മങ്ങൾ ചെയ്യാതിരുന്നു, എല്ലാം ചെയ്ത് ഞങ്ങളെ കാണിച്ചിരുന്നില്ലേ? അച്ഛനൊന്നും തന്നെ വേണ്ടെങ്കിൽ പോലും ഒരു കൃത്യനിഷ്ഠയായിട്ട് ഒരു വീട്ടിൽ എന്തൊക്കെയാണ് വേണ്ടത് അതെല്ലാം അത് ചെയ്ത് കാണിക്കുന്നില്ലേ? ഒന്നും വേണ്ടെങ്കിൽ പോലും. അപ്പോൾ അതുപോലെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഒരു ജ്ഞാനി ജീവിക്കുന്നത്. കാരണം അങ്ങനെയാണ് ഒരു യഥാർത്ഥ വിദ്വാൻ എന്നാലേ ഒരു വിദ്വാൻ ആകുകയുള്ളൂ. സർവ്വപേരെയും സമത്വത്തോട് കണ്ട് എല്ലാവരെയും ഒന്നായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണല്ലോ ഈ വിദ്വാൻ. ആ വിദ്വാൻ മറ്റുള്ളവരുടെ ബുദ്ധിക്ക് മാറ്റം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ എൻ്റെ മക്കളോട് ഞാൻ പറയുന്നു, അവർക്ക് പ്രായപൂർത്തി പോലും ഇതൊക്കെ ഒരു 50-60 വയസ്സൊക്കെ ആയിട്ടേ വേണമെങ്കിൽ പോലും അങ്ങനെ ആകത്തുള്ളൂ. അതിന് മുന്നേ നിങ്ങൾ എന്ത് ജോലി ചെയ്താലും നിങ്ങൾ ആഗ്രഹം വയ്ക്കേണ്ട, ഇതൊക്കെ പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് തന്നെ തോന്നി വരേണ്ട ഒരു കാര്യമാണ്. അവരുടെ ഉള്ളത്തിൽ വരണം. അത് പതുക്കെ കൊണ്ട് വന്നോളും. നമുക്ക് കർമ്മം ചെയ്ത് പഠിപ്പിക്കുക. പക്ഷേ ഈ ജ്ഞാനിയുടെ ഉള്ളത്തിൽ ആസക്തി വേണ്ട. എന്ന് വെച്ചാൽ കർമ്മം ചെയ്ത് കാണിച്ചു കൊടുക്കണം, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. നമ്മൾ ചെയ്ത് കാണിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് പഠിപ്പിക്കണം എന്നാണ്. ഇന്നുള്ള കുട്ടികൾക്ക് ഇതൊന്നും അറിയത്തില്ല. ഇതാണ് പ്രത്യേകിച്ച് ഞാൻ പറയുന്നത്. നമ്മുടെ വീട്ടിലെ രക്ഷകർത്താക്കൾ ആസക്തി ഉണ്ടായാലും ആസക്തി ഇല്ലെങ്കിലും സ്വന്തം മക്കളെങ്കിലും എല്ലാ വിദ്യയും പഠിപ്പിക്കണം. അറിയാവുന്നതെല്ലാം ഒരു ജീവിതം മുന്നോട്ട് അല്ലെങ്കിൽ അവരെങ്ങനെ ജീവിക്കും എന്നുള്ള കുട്ടികൾക്കൊന്നും അറിയത്തില്ല. ചിലതൊക്കെ ഉള്ളു അറിയാവുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് ചെയ്ത് പഠിപ്പിക്കണം. ഒരു വിദ്വാനാണെങ്കിലോ എല്ലാവർക്കും ഒരു ജ്ഞാനി എല്ലാവരും നന്നാവണം, എല്ലാവരും നന്നായി പഠിക്കണം എന്നാളെ ചിന്തിക്കത്തുള്ളൂ. ഇപ്പം ഇതെങ്ങനെയാണ്, ഇതെല്ലാ മക്കളും ഇത് മനസ്സിലാക്കണം എന്ന് ഞാൻ ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് ഇതിനൊരു ഉദാഹരണം. അതെനിക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഒരു ജ്ഞാനിയുടെയും അജ്ഞാനിയുടെയും, അത് ജ്ഞാനമില്ലാത്തവരുടെയും ഒരു ജ്ഞാനമുള്ളവരുടെയും വ്യവസ്ഥ ഇതാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഭഗവാന്റെ കൽപ്പനകളാണ് ഇതൊക്കെ, അർജുനന് കൊടുക്കുന്ന ഉപദേശങ്ങളാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഒരു ജ്ഞാനിക്ക് ആഗ്രഹമില്ലാതെ കർമ്മങ്ങൾ ചെയ്ത് മറ്റുള്ളവരെ പഠിപ്പിച്ചെടുക്കണം, നല്ല ലോകം നന്നാവും. അവർ ലോക സംഗ്രഹത്തിന് വേണ്ടിയിട്ടല്ലേ അവർ കഴിയുന്നത്. ആഗ്രഹമൊന്നുമില്ലാതെ തന്നെ മറ്റുള്ളവർ നന്നാവണം എന്ന് കാണുന്നു. 27ാമത്തെ ശ്ലോകം. പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശ അഹങ്കാര വിമൂഢാത്മാ കർത്ത അഹമിതി മന്യതേ. 3 ഗുണങ്ങളുടെ സാമ്യാവസ്ഥയാകുന്ന പ്രകൃതിയുടെ ഗുണങ്ങളാൽ ചെയ്യപ്പെടുന്ന കർമ്മങ്ങളെ. അപ്പോൾ പ്രകൃതിക്ക് 3 ഗുണങ്ങളാണ്. ഈ പ്രപഞ്ചം 3 ഗുണങ്ങളാണ്. അത് 3 ഗുണങ്ങളുടെ സാമ്യാവസ്ഥയാകുന്ന പ്രകൃതിയുടെ ഗുണങ്ങളാൽ. ഈ 3 ഗുണങ്ങളുടെ സാമ്യാവസ്ഥ എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഇതിൻ്റെ എല്ലാത്തിനും ഒരു സാമ്യാവസ്ഥ കാണും. എല്ലാത്തിൽ നിന്നും കൂടെ കുറച്ച് എല്ലാവർക്കും കിട്ടും. രജോ ഗുണവും തമോ ഗുണവും സാത്വിക ഗുണവും കൂടെ കലർന്നതും കാണും. നല്ല സാത്വികം മാത്രമുള്ളതാണ്. അങ്ങനെ എല്ലാവരുടെയും സാമ്യാവസ്ഥ എന്ന് പറയുന്നത് അങ്ങനെയാണ് അന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രകൃതിയുടെ ഗുണങ്ങളാൽ ചെയ്യപ്പെടുന്ന കർമ്മങ്ങളെ. അപ്പം നമുക്ക് ഒരു അജ്ഞാനിക്ക് ചെയ്യപ്പെടുന്ന കർമ്മങ്ങൾ അഹങ്കാരം കൊണ്ട്, അത് സാത്വികം ആയിട്ട് ഒരു വിദ്വാൻ അതിങ്ങനെ വരത്തില്ല. ഇവിടെ സാധാരണ 3 ഗുണങ്ങളുടെയും സാമ്യാവസ്ഥയാകുന്ന പ്രകൃതിയുടെ ഗുണങ്ങളാൽ ചെയ്യപ്പെടുന്ന. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്താലും പ്രകൃതി 3 ഗുണം ഉണ്ടെങ്കിൽ നമ്മളിലെല്ലാം ഗുണമുണ്ട്. ഇപ്പം ഞാനിപ്പോൾ രജോ ഗുണമുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഞാനിവിടെ കർമ്മങ്ങൾ ചെയ്യും. പക്ഷേ എൻ്റെ മനസ്സിൽ എന്താണ് രജോ ഗുണം? ആഗ്രഹങ്ങളും വീണ്ടും വീണ്ടും ചെയ്യണം, കിട്ടണം എന്നുള്ള ചിന്ത. അങ്ങനെ ചെയ്യപ്പെടുന്ന കർമ്മങ്ങളെ അഹങ്കാരം കൊണ്ട്, എന്താണ് അഹങ്കാരം വരുന്നത്? പ്രകൃതി അവിദ്യയാണല്ലോ.
അപ്പം നമുക്കിവിടെ എങ്ങനെയൊക്കെ ആയാലും ഈ അവിദ്യയിൽ നിന്ന് വിദ്യയിലേക്ക് കടന്നെങ്കിലേ നമുക്ക് ജ്ഞാനിയാകാൻ പറ്റൂ. അതുവരെ നമ്മൾ അജ്ഞാനി തന്നെയാണ്. ഇവിടെ ഈ പ്രപഞ്ചം ഗുണങ്ങളോട് കൂടിയത്, അത്ര ഗുണങ്ങൾ. ഈ ഗുണങ്ങളോട് ചിലർക്ക് അഹങ്കാരം കൂടുതൽ കാണും, ചിലർക്ക് അഹങ്കാരം കുറച്ച് കാണും. ഇതൊക്കെ ഗുണങ്ങളുടെ ഗുണം പോലെ ഇരിക്കും. നമുക്ക് എത്രമാത്രം ഗുണങ്ങളാണ് നമ്മളിൽ ഏറിയിരിക്കുന്നത്. തമോ ഗുണമുള്ളവർക്ക് അത്രയ്ക്കുമുള്ള അഹങ്കാരങ്ങൾ കാണും. രജോ ഗുണമാണെങ്കിൽ അഹങ്കാരത്തിൽ നിന്നല്ല ഞാൻ ചെയ്യുന്നു എന്നുള്ള ഒരു പ്രത്യേകതയും ഇനിയും ചെയ്യണം, അതിൻ്റെ ആസക്തി, അത് ഫലം കിട്ടണം എന്നൊരു ചിന്ത. വെറും സാത്വിക ഗുണമെടുത്ത് പിന്നെ ഒരു വിദ്വാനായാലും അവർക്ക് ഇത് പറയുന്നില്ല. അതായത് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഫലേച്ഛ കൂടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നമുക്കിത് പറയുമല്ല, സാധാരണ ജനങ്ങളുടെ കാര്യമാണ്. നമ്മളെപ്പോലെ സാധാരണ ജനങ്ങൾ ഈ പ്രകൃതിയുടെ ഗുണം കൊണ്ട് നമുക്കെല്ലാം എന്ത് കർമ്മം ചെയ്താലും ആ ഗുണം പോലെ ഇരിക്കും. നമ്മുടെ സ്വഭാവത്തിൽ കലർന്നിരിക്കുന്ന എന്താണ്? തമോ ഗുണമാണോ? എല്ലാവർക്കും ഒരേ ഗുണമല്ലല്ലോ. ചിലപ്പോൾ എല്ലാം മിശ്രമായും കാണും. സാത്വികവും രാജസവും തമോ എല്ലാം കൂടെ ചേർന്നും കാണും. ചിലർക്ക് രജോ ഗുണം മാത്രമായിട്ട് കാണും, ചിലർക്ക് സത്വ ഗുണം മാത്രമായിട്ട് കാണും. അപ്പോൾ അതുകൊണ്ട് ഗുണങ്ങളാൽ ചെയ്യപ്പെടുന്ന കർമ്മം, നമുക്കിപ്പം ഈ തമോ ഗുണമാണെങ്കിൽ വെറും വേണ്ടാത്ത കർമ്മങ്ങളാണല്ലോ കൂടുതലും, ആർക്ക് ഇഷ്ടപ്പെടാത്ത കർമ്മങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യപ്പെടുന്ന കർമ്മങ്ങളെ അഹങ്കാരം കൊണ്ട്, എന്താണ് അഹങ്കാരം വരുന്നത്? ഈ പ്രകൃതി അങ്ങനെയാണ്. അത് നമുക്ക് എപ്പോഴും ഞാനുള്ള അഹമുണ്ട് പ്രകൃതിക്ക്. അതാണ് ഈ പ്രകൃതി ഗുണമെന്ന് പറയുന്നത്. അത് മാറണമെങ്കിൽ എന്ത് വേണം? ഈ അവിദ്യ മാറി വിദ്യ അഭ്യസിക്കണം. ഈ ജ്ഞാനം നമുക്കറിയണം. ഈശ്വരജ്ഞാനം ഈ ലോക ജീവിതത്തിലെ അറിവല്ല, അല്ലാതെ ആത്മജ്ഞാനം. അത് വരുമ്പോഴാണ് നമുക്ക് വിനയവും താഴ്മയും അഹങ്കാരം ഇല്ലായ്മയും ഞാൻ ചെയ്യുന്നുള്ള ഭാവം, ഞാനെന്നുള്ള അഹമില്ലാത്തയും ഒക്കെ ആകുന്നത് വരെ നമ്മളെന്താ അഹങ്കാരം കൊണ്ട് വല്ലാതെ മൗഢ്യത പ്രാപിച്ച ചിത്തമുള്ളവൻ ഞാനാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു. എന്താ കാരണം? മൗഢ്യന, ഒരറിവുമില്ല, മന്ദത, അന്ധകാരമാ, മൗഢ്യന. എന്തും എൻ്റെ ക്ഷണം കൊണ്ട് ഞാൻ ചെയ്യുന്നു, ഞാൻ എല്ലാവരുടെ മുമ്പിൽ ചിലപ്പം വലിയ അവസ്ഥയിലൊക്കെ നിൽക്കുമോ, ഇതൊക്കെ എൻ്റെ കഴിവാണ് എന്ന് കാണിക്കുന്നത്. അത് എന്താ കാരണം? ഈ പ്രകൃതിയുടെ ഗുണം അദ്ദേഹത്തിൽ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള അവസ്ഥയാണ്. അദ്ദേഹത്തിന് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ പ്രകൃതിയിലെ ഏത് ഗുണമായാലും അയാളുടെ ഉള്ളത്തിൽ എത്രമാത്രം വ്യാപിച്ചിരിക്കുന്നു സ്വഭാവത്തിൽ. അപ്പോഴാണ് അഹങ്കാരം ചിലർക്കുണ്ടാവുന്നത്. ചിലർക്ക് അഹങ്കാരം വളരെ ഇല്ലാതെ, കുറച്ചുമില്ലാതെ, ഒട്ടുമില്ലാത്ത സൗമ്യത ഉള്ളവരും കാണും. ഞാനൊന്നും ആളല്ലേ എന്നുള്ള ചിന്തയുള്ള എത്രയോ ഭക്തന്മാർ ഉണ്ട്. പക്ഷേ ഇവിടെ എന്ത് വരുന്നു? ഓരോരുത്തർക്കും ഓരോ ഗുണങ്ങൾ എത്രമാത്രം അദ്ദേഹത്തിൽ കടന്നു കൂടിയിട്ടുണ്ട്. അതനുസരിച്ചാണ് ഞാൻ. ഒരുപാട് അഹങ്കാരികൾ ലോകത്തുണ്ട്. ഒരു ധനം ഇല്ലെങ്കിലും, ഒരു പുറം ലോകത്തുള്ള ഒരു വിദ്യ ഇല്ലെങ്കിൽ പോലും ഞാനെന്ന ഭാവം കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് ജന്മനാ ഈ ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. പ്രകൃതിയുടെ ഗുണമാണ്. അപ്പോൾ പ്രകൃതിയുടെ ഈ ഗുണം മാറാൻ ഒരേ ഒരു മാർഗ്ഗം എന്താണ്? ആത്മജ്ഞാനത്തിൽ കൂടി മാത്രമേ അത് മാറി സത്വഗുണം ഏറി വരുമ്പോൾ ഞാനെന്നുള്ള ഭാവങ്ങൾ മാറും. അതാണല്ലോ ഉള്ളിലെ അഹങ്കാരങ്ങളെല്ലാം ഒഴുകി പോകുമെന്ന് പറയുന്നത്. ഒരു ജ്ഞാനി ആകുമ്പോഴേ അത് വരത്തുള്ളൂ. അതുവരെ ഇവിടെ എന്താ? ഞാൻ ചെയ്യുന്നു, എനിക്ക് ചെയ്തതിന് എനിക്ക് അതിന് ഫലം വേണം, ഞാൻ ഇന്ന ഫലത്തിന് വേണ്ടി ഇന്ന ജോലി ചെയ്യുന്നു, ഈ ഒരു ഞാൻ ചെയ്യുന്നു, അഹം എന്നുള്ളൊരു ചിന്ത. അതുകൊണ്ട് ഇവിടെ വല്ലാതെ മൗഢ്യത പ്രാപിച്ച ചിത്തമുള്ളവൻ, അങ്ങനെയുള്ള മനസ്സോടു കൂടിയവൻ ഞാനാണ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്നു. അതാണ് മൗഢ്യത. യാതൊരു വിവരവും ഇല്ലാതെ എല്ലാം എൻ്റെ ചുണയാണ്, ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഇതെല്ലാം എൻ്റെ കഴിവാണ്. എന്താ കാരണം? ഇവിടുത്തെ പ്രകൃതിയുടെ ഗുണം അങ്ങനെ കിടക്കുക ഉള്ളത്തിൽ. പക്ഷെ അത് മാറണമെങ്കിൽ എന്താ വേണ്ടേ? ജ്ഞാനമാകുന്ന വിദ്യ ഉള്ളിൽ വേണം. അവിദ്യയാണ് ഉള്ളത്തിലിരിക്കുന്ന മൊത്തം. നമ്മൾ ജനിച്ച് ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ അവിദ്യ കൊണ്ട് മൂടിയിരിക്കുക. ചില കഴിഞ്ഞ ജന്മത്തെ വാസന കൊണ്ട് മാത്രമേ ചിലർക്ക് ജ്ഞാനിയായിട്ട് തന്നെ ജനിച്ചു വരുന്നുണ്ട്. ഇവിടെ ഭൂമിയിൽ എത്ര എല്ലാവരും സഹകരിച്ചാലും അവിടെ ഉള്ളത്തിലൊരു സ്വഭാവം നന്മയുണ്ട്, സത്വഗുണമുള്ളവരുണ്ട്. അവരെ ഇനി എത്രയൊക്കെ മറ്റുള്ളവരുടെ അഹങ്കാരം കണ്ടാലും അവർ പഠിക്കത്തില്ല. അവർ നന്മ കൊണ്ട് തന്നെയായിരിക്കും അവരുടെ ജീവിതം മൊത്തവും. ഒരിക്കലും തിന്മ കണ്ട് പഠിക്കത്തില്ല. എന്നാൽ ഈ ഞാൻ ചെയ്യുന്നുള്ള അഹങ്കാരമുള്ളവരാണെങ്കിലോ എത്ര നന്മയുള്ളവരെ കണ്ടിട്ടും അവർ നന്മ പഠിക്കത്തില്ല. ഈ അഹങ്കാരം തന്നെ ജന്മനാ ഉള്ളത്തിൽ ഈ വാസന, പ്രകൃതിയുടെ ഗുണമാണല്ലോ ഇത്, അതങ്ങനെ കിടക്കും. ഈ പ്രകൃതി അവിദ്യയാണ്. ഈ അഹങ്കാരം ഒന്നുണ്ടാവുന്നത്. അതിൽ നിന്നും നമുക്ക് മോചനം കിട്ടണമെങ്കിൽ ഇതേ ഉള്ളു മാർഗം. ആധ്യാത്മികമായ എല്ലാ കഴിവും നമ്മൾ കൊണ്ടായി വരുന്നാൽ മാത്രമേ നമുക്ക് വിദ്യയാവൂ. അത് ജന്മനാ സത്വഗുണം ഉള്ളത് കഴിഞ്ഞ ജന്മത്തെ വാസന കൊണ്ടാണ് വരുന്നത്. അത് കഴിഞ്ഞാലും കുറേ നല്ല ആധ്യാത്മികമായി നിറവേറിയവരാണ് അല്പ ആഗ്രഹത്തിന് വേണ്ടി ഇവിടെ വീണ്ടും ജനിച്ച് വരുമ്പോഴാണ്. അപ്പോൾ എന്നാലും ഉള്ളത്തുള്ളതെങ്ങും പോകത്തില്ല. ജന്മനാ പലർത്തില്ല, ജന്മവാസനയാ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്.
അപ്പം ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവം എന്താ കാരണം? മൗഢ്യത, അഹങ്കാരം കൊണ്ട്, പ്രകൃതിയുടെ ഗുണത്തിൻ്റെ കൊണ്ടാണ്. പ്രകൃതിയുടെ ഗുണം ഇദ്ദേഹത്തിൽ അഹങ്കാരമായിട്ട്, അതായത് രജോ ഗുണവും തമോ ഗുണവും എല്ലാം കൂടെ ഏറിയിരിക്കും. എല്ലാം കിട്ടിയത് പോരാ ഞാൻ ചെയ്യുന്നു എന്നുള്ള ചിന്ത, അഹങ്കാരം വർദ്ധിച്ചിരിക്കും. 28 നമുക്ക് വായിക്കാം. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഈ ഗുണങ്ങളുടെ ഓരോ ഗുണത്തിൻ്റെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഇതെല്ലാം അർജുനൻ ഇതെല്ലാം ആവശ്യമാണ്, അതൊക്കെ പറഞ്ഞു കൊടുക്കുക. തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോ ഗുണാഗുണേഷു വർത്തന്ത ഇതി മത്വാന സജ്ജതേ. അതായത് അല്ലയോ പരാക്രമശാലിൻ, തത്വവിത്ത് എന്നാ പറയാം, അല്ലയോ പരാക്രമശാലിൻ എന്നാണ് അർജുനോട് പറയുന്നത്. ഭഗവാൻ പറയുന്നു, അർജുന അതങ്ങനെ പരാക്രമശാലിൻ, അത്ര വീര്യവാനാണ് അർജുനൻ. അദ്ദേഹത്തോട് പറയുന്നത് ഗുണവിഭാഗത്തിൻ്റെയും കർമ്മവിഭാഗത്തിൻ്റെയും യാഥാർത്ഥ്യം അറിയുന്നവരാകട്ടെ. അപ്പോൾ എന്താ? ഗുണവിഭാഗവും കർമ്മവിഭാഗവും. നമുക്ക് ഈ ഗുണത്തിൻ്റെ വിഭാഗം, നമുക്ക് 3 ഗുണങ്ങളുടെയും വിഭാഗത്തിനെ പറ്റിയും കർമ്മം എന്താണ് നമ്മളെ കർമ്മം അതിൻ്റെ അറിവും അതിൻ്റെ യാഥാർത്ഥ്യത്തെ അറിയുന്നവരാകട്ടെ എന്ത് ചെയ്യുന്നു? ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നു എന്നറിയും. അതായത് ഇപ്പം അർജുനൻ ശ്രദ്ധാപൂർവം കർമ്മം ചെയ്തേ പറ്റൂ. നമുക്കിപ്പോൾ കുറച്ച് അടുപ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് കുറച്ച് അരിയിട്ട് അത് തിളയ്ക്കുന്ന നമുക്കറിയാം, അത് ഇത്രയൊക്കെ ഉള്ളു, അതിന് അത്രയുള്ള ശ്രദ്ധ വേണമെന്നില്ല. എന്നാലും അതിൻ്റേതായ ശ്രദ്ധ നമുക്ക് വേണം. പക്ഷെ ഒരു യുദ്ധം എന്ന് പറയുന്നത് എങ്ങനെയാണോ? നന്നായി ശ്രദ്ധിക്കണ്ടേ. എല്ലാത്തിൽ നിന്നും വിരമിക്കുന്ന, എല്ലാത്തിൽ നിന്നും ത്യജിക്കണം, ഇന്ദ്രിയങ്ങളെ അതിനോട് പ്രവർത്തിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നന്നായി ഒരു വിദ്വാൻ എന്താ വേണ്ടേ? ഈ കർമ്മം അദ്ദേഹത്തിന് അതാണ്, ഈ യുദ്ധമാണല്ലോ. അപ്പോഴെന്ത് വേണം? ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നുവെന്നറിയും. കാരണം ഇന്ദ്രിയങ്ങൾ ശ്രദ്ധ നന്നായി വേണം. കണ്ണുകൊണ്ട് ശ്രദ്ധയായിട്ട് ആരെയാണ് വധിക്കേണ്ടതെന്നുള്ള എല്ലാ ശ്രദ്ധയും കണ്ണുകൊണ്ടും എല്ലാ ഇന്ദ്രിയങ്ങളെല്ലാം നന്നായി പ്രവർത്തിച്ചെങ്കിലേ ഒരു യുദ്ധമൊക്കെ അങ്ങനെയാണ്. ഇല്ലെങ്കിൽ എന്ത് വരും? യുദ്ധം നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതോ ഒന്നും അല്ല പ്രവൃത്തിയിൽ കൊണ്ടുവന്നത്. നമ്മൾ ഇത് വായിച്ചില്ലേ, ബാലൻ്റെയും സുഗ്രീവൻ്റെയും കാര്യം. ഭഗവാൻ ശ്രീരാമൻ അമ്പയ്യാഞ്ഞ കാര്യം, രണ്ടുപേരെയും യഥാർത്ഥ തിരിച്ചറിയാൻ പറ്റാതായിപ്പോയി. അവ എത്ര ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടും നടക്കത്തില്ല. അതുകൊണ്ട് അമ്പെയ്തില്ല, അത് പിന്നെ അടുത്ത മാറ്റി വെച്ചു. അപ്പോൾ അതുപോലെയാണ് ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ അത്രമാത്രം ശ്രദ്ധ വേണം. അപ്പോഴും അർജുന ഇന്ദ്രിയങ്ങൾ വിഷയങ്ങൾ വ്യാപരിച്ചിരിക്കുന്നുവെന്നറിഞ്ഞ് ഒന്നിലും ആസക്തി ഇല്ലാത്തവരായി ഭവിക്കുന്നു. അപ്പം അതിൽ ഇതേ ഉള്ളു മാർഗം. ഒന്നിനും ആസക്തി വേണ്ട, ഞാൻ ചെയ്യുന്നു എന്നുള്ള ആസക്തി അത് വേണ്ട. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, വല്ലാതെ മൗഢ്യത്തെ ഞാൻ ചെയ്യുന്നു എന്ന് ചിന്തിച്ചിരിക്കുന്നു. എന്താ കാരണം? അത് അഹങ്കാരം. ഇത് ഇവിടെ ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് ഈ അഹങ്കാരം, ഞാൻ ചെയ്യുന്നു, പ്രതിഫലം പറ്റണ്ട, ഒന്നും ഞാനായിട്ട് ചെയ്യുന്നില്ല, ഞാൻ എല്ലാം സമർപ്പിച്ച് ഭഗവാൻ സമർപ്പിച്ച് ചെയ്യുക, ഫലം ആഗ്രഹിക്കാതിരിക്കുക, ഇതിൻ്റെയൊക്കെ മാർഗം അതേ ഉള്ളൂ. പക്ഷെ കർമ്മം ചെയ്തേ ഒക്കൂ, ശ്രദ്ധ കേന്ദ്രീകരിച്ചേ ഒക്കൂ. നന്നായി ശ്രദ്ധിച്ചെങ്കിൽ, ഇന്ദ്രിയങ്ങളെല്ലാം നന്നായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അത്രയ്ക്കും നല്ല ശ്രദ്ധയോട് തന്നെ യുദ്ധം ചെയ്തെങ്കിലേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് കർമ്മ വിഭാഗത്തിൻ്റെയും ഗുണവിഭാഗത്തിൻ്റെയും യാഥാർത്ഥ്യം അറിയുന്നവരാകട്ടെ. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ വ്യാപരിച്ചിരിക്കുന്നു എന്നറിഞ്ഞ്. അപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങൾ എന്താ? പഞ്ചേന്ദ്രിയങ്ങൾ. കണ്ണുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം. ആർക്ക് ഏത് സമയത്താണ്, എപ്പോഴാണ് യുദ്ധം, എപ്പോഴാണ് ഇത് അസ്ത്രം അയക്കണം, ഇതെല്ലാം ശ്രദ്ധാപൂർവ്വം. അപ്പോൾ ഇന്ദ്രിയങ്ങളെല്ലാം നന്നായി പ്രവർത്തിക്കണം. അപ്പോൾ വ്യാപരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അതറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം അർജുന? നീ ഒന്നിലും നിനക്ക് ആസക്തി ഇല്ലാത്തവരായി ഭവിക്കണം. ഒരു ആഗ്രഹവും വേണ്ട. നീ ഒന്നും ചെയ്യുന്നില്ല, നീ ചെയ്യുന്നെങ്കിലല്ലേ നിനക്ക് ആഗ്രഹം വരേണ്ടത്. എല്ലാം ആര് ചെയ്യുകയാണെന്നാ വിചാരിക്കേണ്ടേ? എന്നിൽ തന്നെ, ഭഗവാൻ തന്നെ അർപ്പിച്ച്, ആ പരബ്രഹ്മത്തെ തന്നെ അർപ്പിക്കുക, ഞാനായവനെ. അത് ഭഗവാൻ പറയും എന്നിൽ. അങ്ങനെയാണ് ഭഗവാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക്. അല്ലാതെ ഞാൻ ചെയ്യുന്നു എന്ന ചിന്ത വേണ്ട. ഞാൻ ചെയ്യുന്നു എന്നാകുമ്പോൾ എന്ത് വരുന്നു? അവിടെ ഫലം ആഗ്രഹിക്കുന്നു, ഞാൻ എന്നുള്ള അഹങ്കാരം വരുന്നു. ഇതൊക്കെ ഞാൻ ചെയ്യുന്നു എന്നുള്ള, അർജുനൻ ചെയ്യുന്നു എന്നുള്ള ചിന്ത വരുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, ഇന്ദ്രിയങ്ങളെല്ലാം നന്നായി വ്യാപരിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് നീ എന്ത് ചെയ്യണം? ആസക്തി ഇല്ലാത്തവരായി ഭവിക്കുന്നു. ഒന്നിലും ആസക്തി വേണ്ട, ആഗ്രഹം വേണ്ട എന്നാ പറഞ്ഞു കൊടുക്കുന്നത്. 29 പ്രകൃതേ ഗുണസമ്മൂഢ സഞ്ജതേ ഗുണകർമ്മസു വിദോ മന്ദാൻ ക്ലിസ്ന ഭിന്ന വിചാലയേൽ. പ്രകൃതിയുടെ ഗുണങ്ങൾ നിമിത്തം, പ്രകൃതിയുടെ ഗുണങ്ങൾ 3 ഗുണങ്ങൾ നിമിത്തം മൗഢ്യം പ്രാപിച്ചവൻ, അതായത് അന്ധത, അറിവില്ലാത്തവൻ, യാതൊരു വിവരമില്ലാത്ത മൗഢ്യം പ്രാപിച്ചവൻ ഗുണങ്ങളാൽ ചെയ്യപ്പെടുന്ന കർമ്മങ്ങളിൽ സക്തന്മാരായിത്തീരുന്നു.
അതായത് അറിവില്ലാത്തവർക്കുള്ള ആണിത് പറയുന്നത്. അറിവില്ലാതെ എന്ത് ചെയ്യുന്നു? ഈ ഗുണങ്ങളാൽ ചെയ്യപ്പെടുന്ന കർമ്മങ്ങളിൽ ഈ 3 ഗുണങ്ങളുള്ളതിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്താണ്? ഏത് ഗുണമാണ് ആ ചെയ്തത് പ്രകൃതിയുടെ ഗുണങ്ങൾ നിമിത്തം. അപ്പോൾ പ്രകൃതിയുടെ ഗുണങ്ങളാണ്, പക്ഷേ അതിൽ ഈ ചെയ്യുന്ന ആളിൽ എന്താ മൗഢ്യം പ്രാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് വരുന്നു? അതായത് അന്ധത, അറിവില്ലായ്മ വ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഗുണങ്ങളാൽ ചെയ്യപ്പെടുന്ന കർമ്മങ്ങളിൽ പിന്നെ രജോ ഗുണങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങൾ, തമോ ഗുണമാണെങ്കിൽ അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങളിൽ സക്തന്മാരായിത്തീരുന്നു. ഇപ്പോൾ രജോ ഗുണമാണെങ്കിൽ അദ്ദേഹം സക്തന്മാരാച്ചാൽ 1 കിട്ടുമ്പോൾ 4 വേണം, 10 വേണം, ഇങ്ങനെ അത് ആസക്തി മുഴുത്ത് സക്തന്മാരായി ആ ജോലിയിൽ ഇങ്ങനെ ആകർഷിച്ച് ആസക്തി കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കും. ഞാൻ ചെയ്യുന്നു എനിക്ക് അത് വേണം, എനിക്ക് ഇന്ന് ഇത്ര കൂടെ കിട്ടണം, ഇങ്ങനെയുള്ള ആസക്തിയായിട്ട് ചെയ്യുന്നു. അങ്ങനെ കർമ്മഫലങ്ങൾ ഒഴികെ മറ്റൊന്നും അറിയാത്തവരും അല്പജ്ഞന്മാരുമായ അവരെ സർവാത്മകമായ ആത്മാവിനെ അറിഞ്ഞിട്ടുള്ളവർ മേൽപ്പറഞ്ഞ മൗഢ്യമതികളെ ഇളക്കി തീർക്കരുത്. അപ്പോൾ എന്ത് പറയുന്നു? ഇങ്ങനെ ശക്തന്മാരായവരെ, ഈ സാധാരണക്കാരെല്ലാം അങ്ങനെയാണല്ലോ. അത് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത് സാധാരണ ജനങ്ങളുടെ കാര്യം അർജുനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഉള്ളവരിങ്ങനെയാണ്. എങ്ങനെയാ? ഈ ഗുണങ്ങൾ നിമിത്തം മൗഢ്യം, അജ്ഞാനികളാ, അറിവില്ലാത്ത അന്ധത നിറഞ്ഞവരാണ്. മൗഢ്യം എന്ന് പറയുന്നത് ഒന്നിനും കൊള്ളാത്ത. അപ്പോൾ അവർക്ക് യാതൊരു വിവരമില്ല, ജ്ഞാനമില്ല, അറിവില്ല. അങ്ങനെ പ്രകൃതിയുടെ ഗുണം കൊണ്ട് മാത്രം നടക്കുന്ന സ്വഭാവം, യാതൊരു മാറ്റവും ഇല്ല. അവർക്ക് ഒരു ഗുണമുണ്ട്, ആ ഗുണത്തിൽ തന്നെ അങ്ങ് കഴിയുക. എന്നാൽ ചില വിദ്വാൻമാരെ, നല്ല അറിവുള്ളവരെങ്ങനെ വരുന്നതെന്നറിയാമോ? ഇപ്പം എനിക്കിപ്പം രജോ ഗുണത്തിൽ ഞാൻ ജനിച്ചു, കുറേ നാൾ ഞാൻ രജോ ഗുണത്തിൽ എനിക്ക് കിട്ടിയത് പോരാ, എല്ലാത്തിനും ആസക്തി, ഇങ്ങനെ ജീവിച്ചു പോയി. പിന്നെ പോകെ നമുക്ക് അതിൽ നിന്നെല്ലാം വിരമിച്ച് ഒരു സത്വഗുണമാക്കി എടുക്കാമല്ലോ, നന്മ കൊണ്ട് നിറയ്ക്കാമല്ലോ, സജ്ജനങ്ങളോട് സംസർഗം ചെയ്ത് നമുക്ക് നന്നായി ജീവിക്കാമല്ലോ, ഭക്തിപൂർവ്വം ആധ്യാത്മികം അറിഞ്ഞറിഞ്ഞ് പോകെ നന്നായി സത്വഗുണവാനായി തീരാം. ഇവിടെ അങ്ങനല്ല, മൗഢ്യത്തിൽ തന്നെ കിടക്കുന്നവരാണ്, നന്നാവത്തില്ല. അപ്പം എന്താ കാരണം? ഈ ഗുണത്തിൽ തന്നെ കഴിഞ്ഞുകൂടാ. ഞാനിപ്പോൾ രജോ ഗുണത്തിൽ, അതായത് ഇന്ന് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. കുട്ടിനാൾ തൊട്ടേ നമ്മുടെ അമ്മയും അച്ഛനും ഒക്കെ കാണിച്ചെന്നാണ് വിളക്ക് കത്തിച്ച് നാമം ചെല്ലുക. വിളക്ക് കത്തിച്ചിട്ട് ഭഗവാന്റെ മുമ്പിൽ അല്പം ഒന്ന് കൈ കൂപ്പുക. അത് എന്തിനാ കൂപ്പുന്ന പോലും അറിയത്തില്ല. പിന്നെ രാമ 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 2 വട്ടം ചൊല്ലിട്ട് അവർ പോകുന്നു. അത് 90 വയസ്സായാലും 100 വയസ്സായാലും മരിക്കോളം അവരും അതാ ചെയ്യുന്നത്, അതിൽ നിന്ന് മുന്നോട്ട് പോകുന്നില്ല. അതുകൊണ്ടാണ് ഈ മൗഢ്യം എന്ന് പറയുന്നത്. അവർക്ക് വളർച്ചയില്ല. അവർ ഈ പ്രകൃതിയുടെ ഗുണം പോലെ തന്നെ അവർക്ക് ഏത് സ്വഭാവമാണോ അതിൽ തന്നെ അങ്ങ് ജീവിക്കുക. അവർക്ക് മുന്നോട്ട് പോകണമെന്നോ ഇതിൽ നിന്നാലത് കരകയറണമെന്നോ ഒരു ചിന്തയില്ല. അപ്പോൾ അങ്ങനെയുള്ളത് പ്രകൃതിയുടെ ഗുണങ്ങൾ നിമിത്തം മൗഢ്യം പ്രാപിച്ചവൻ ഗുണങ്ങളാൽ ചെയ്യപ്പെടുന്ന എന്ത് ഗുണമാണ് അദ്ദേഹത്തിന് ഉള്ളത്? രജോ ഗുണമാണോ തമോ ഗുണമാണോ അതിൽ തന്നെ നിന്നുകൊണ്ട് കർമ്മങ്ങൾ ശക്തന്മാരായിത്തീരുന്നു. ആസക്തി ചെയ്ത് ഇങ്ങനെ ഇന്നത് കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും എന്നും പറഞ്ഞ് ഇങ്ങനെ ആഗ്രഹിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നു. ഫലം ആഗ്രഹിച്ച് തന്നെയേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്കൊരു അതിൽ നിന്നൊരു മുക്തനാകുന്നില്ല. ആരോട്ട് പറഞ്ഞു കൊടുത്താലോട്ട് കേൾക്കത്തുമില്ലെന്ന് കൂട്ടി. നമുക്കറിയാം, ആരെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, പ്രവൃത്തി നന്നാക്കണമെന്ന് പറഞ്ഞാൽ ആരെയും കേൾക്കുമോ? സ്വന്തം മക്കൾ പോലും കേൾക്കുകയില്ല. അവർക്കൊരു തീരുമാനമുണ്ട്. അവർ എന്താ വെച്ചാൽ അവരുടെ ഗുണമുണ്ട്, സ്വഭാവമുണ്ട്. ഈ ഗുണങ്ങൾ അതിൽ തന്നെ നിൽക്കണം എന്നുള്ളവർ കാണും. അവരെത്ര പറഞ്ഞവിടെ മനസ്സിലോട്ട് കയറത്തില്ല. അതുകൊണ്ട് അവർക്ക് പ്രായം കഴിയുമ്പോൾ തോന്നി വരും. അപ്പോൾ അങ്ങനെ ഗുണങ്ങളാൽ ചെയ്യപ്പെടുന്ന കർമ്മങ്ങളിൽ തന്നെ ശക്തന്മാരായിത്തീരുന്നത്. എന്താണ് ചെയ്യുന്നത്? ആ പ്രവൃത്തി തന്നെ ഇങ്ങനെ ആസക്തി പെരുത്ത് ഇന്ന് ഇപ്പോൾ 10 കൂട്ടം കാര്യങ്ങൾ ചെയ്തിട്ട് എനിക്ക് ഇത്ര അതിന് ഫലം കിട്ടിയാൽ നാളെ ഒത്തിരികൂടെ ചെയ്തിട്ട് ഒത്തിരികൂടെ ഫലം കിട്ടുമല്ലോ, ഇങ്ങനെ ശക്തന്മാരായി ഇങ്ങനെ തീരുന്നു. കർമ്മഫലങ്ങൾ ഒഴികെ മറ്റൊന്നും അറിയാത്തവരാണ് അല്പജ്ഞന്മാർ. ഇവർക്ക് കർമ്മം ചെയ്യുന്നതിന് ഫലം മാത്രമേ ചിന്തയുള്ളൂ, കർമ്മഫലങ്ങൾ ഒഴികെ. കാരണം ഇന്ന കർമ്മം ചെയ്താൽ എനിക്ക് ഇന്ന കൂലി കിട്ടും, അത് ഒഴികെ മറ്റൊന്നും അറിയത്തില്ല. അതിൽ നിന്ന് എന്താണ് എൻ്റെ ദോഷമോ ഗുണമോ ഒന്നും തന്നെ അവർക്ക് ഞാൻ ഇന്ന് വൈകുന്നേരം ഇത്ര ജോലി ചെയ്താൽ എനിക്ക് ഇത്ര രൂപ, അത് ആ ഒരു ചിന്ത മാത്രമേ അങ്ങനെയുള്ളവർക്കുള്ളൂ. കർമ്മഫലങ്ങൾ ഒഴികെ മറ്റൊന്നും അവർക്ക് അറിയാത്തവരും അവരെപ്പോഴെന്താവും? അല്പജ്ഞന്മാരല്ലേ. അവർക്ക് എന്തെങ്കിലും തിരിച്ചുകൊണ്ടോ? അല്പജ്ഞന്മാരുമായ അവരെ സർവാത്മകമായ ആത്മാവിനെ അറിഞ്ഞിട്ടുള്ളവരെന്ത് ചെയ്യണം? എന്താ സർവാത്മകമായ ആത്മാവിനെ അറിഞ്ഞിട്ടുള്ളവർ? ഒരു വിദ്വാൻ, സർവത്തിലും ആത്മാവായിരിക്കുന്ന ആ പരമാത്മാവിനെ അറിഞ്ഞിട്ടുള്ളവർ, അത് സാക്ഷാത്കരിച്ചിട്ടുള്ളവർ. ഒരു ഭക്തൻ വെച്ചാൽ വെറും ഭക്തനല്ല, സാക്ഷാത്കാരം നേടിയ ഒരാൾ, യഥാർത്ഥ വിദ്വാൻ. അതായത് എല്ലാം തിരിച്ചറിഞ്ഞു, ഞാനായവൻ ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞവൻ.
അതാണ് സർവാത്മകമായ സർവത്തിനും ആത്മാവായിരിക്കുന്ന ആ പരമാത്മാവിനെ അറിഞ്ഞിട്ടുള്ളവർ മേൽപ്പറഞ്ഞ മൗഢ്യമതികളെ ഇളക്കി തീർക്കരുത്. അവരോട് എത്ര പറഞ്ഞാലും അവരുടെ മൗഢ്യം മാറത്തില്ല. അത് അങ്ങനെ അന്ധകാരത്തിൽപ്പെട്ട് കിടക്കുക. എന്നുവെച്ചാൽ അവിടേക്ക് ഈ പ്രകൃതി ഇട്ട ഗുണം മാറ്റത്തില്ല. അതാണ് അവരുടെ സ്വഭാവം എന്ന് പറയുന്നതാണ്. ജന്മന അവർക്ക് ആ സ്വഭാവത്തിൽ തന്നെ അവർ ലയിച്ചിരിക്കുക. എത്രയൊക്കെ നമ്മൾ പറയുന്നത് ഈ മൗഢ്യം പിടിച്ചു കിടക്കുന്നവരെ ഒരു രക്ഷയില്ല. നമുക്കറിയാം, നമ്മുടെ കൂട്ടത്തിൽ തന്നെ പലരും ഉണ്ട്. എത്ര പറഞ്ഞെടുത്താലും അവരുടെ ഉള്ളത്തിലോട്ട് അത് കയറത്തില്ല. അവർ ധരിക്കുന്ന അവരുടേതാണ് ശരിയെന്ന അവർ ചിന്തിക്കത്ത പോലുമില്ല, നമ്മൾ പറയുന്നത് കേൾക്കത്ത പോലുമില്ല. അങ്ങനെ ഉള്ളവരെ, അതായത് അല്പജ്ഞന്മാരായ അവർക്ക് ചെയ്യുക, ഫലം ആഗ്രഹിക്കുക. ഇന്നത് ചെയ്യുക, എനിക്ക് ഇത്ര രൂപ കിട്ടുക, ഞാൻ ഇന്ന പ്രവൃത്തി ചെയ്യുന്നു, ഞാൻ ചെയ്യുന്നു, എനിക്ക് ഇന്ന ഫലം. ഇത് മാത്രമല്ലാതെ മറ്റൊന്നും അവർക്ക് അറിയില്ല. അങ്ങനെ ഉള്ളവരെ, അല്പജ്ഞന്മാരായ സർവാത്മകമായ സർവത്തിനും ആത്മാവായിരിക്കുന്ന ആ പരമാത്മാവിനെ അറിഞ്ഞിട്ടുള്ള വിദ്വാൻമാർ. അറിഞ്ഞിട്ടുള്ളവരെന്ന് വെച്ചാൽ എന്താണ്? ഈ ഞാൻ നേരത്തെ പറഞ്ഞ് സാക്ഷാത്കരിച്ചിട്ടുള്ളവർ. സർവത്തിലും പരമാത്മാവാണ്, സർവ്വജീവനിലും സർവാത്മാവാണ്. ഞാൻ ആയവൻ ഞാൻ തന്നെയാകുന്നു, അത് ഞാൻ എല്ലാത്തിലും ഞാൻ തന്നെയാകുന്നു. അങ്ങനെ അറിഞ്ഞിട്ടുള്ളവർ മേൽപ്പറഞ്ഞ മൗഢ്യമതികളെ, അത് അല്പജ്ഞന്മാരെ, അതായത് മൗഢ്യം പ്രാപിച്ചവരെ യാതൊന്നുകൊണ്ടും അവരെ നന്നാക്കാൻ പറ്റത്തില്ല. അവർ മൗഢ്യമായി കഴിഞ്ഞു പോയി. അവരെ ഇളക്കി തീർക്കരുത് എന്ന് പറയുന്നത്. അവർക്ക് ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അവർ ആ വഴിക്കങ്ങ് കിടന്നോട്ടെ എന്ന് ചിന്തിച്ചോണം. അത് അല്ലാതെ അവരെ നന്നാക്കാൻ നടക്കുന്ന കാര്യമേ അല്ല. ഒരിക്കലും അവരതിനെ എത്ര ജന്മം ജനിച്ചാലും അവരെ ആ മൗഢ്യത്തിൽ നിന്ന് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? അതെന്ത് ചെയ്യണമെന്ന് എനിക്കും അറിയാൻ വയ്യ. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ പറ, അങ്ങനെയുള്ളവരെ അങ്ങനെ തന്നെ ഇട്ടേക്കുക, അവരെ ഇളക്കി തീർക്കണ്ട. നീ ഇങ്ങനെ ചെയ്താൽ ഇന്നത് കിട്ടും, നീ ആ ഫലം ആഗ്രഹിക്കേണ്ട, നീ നല്ല മാർഗത്തിൽ നടക്കൂ, പറഞ്ഞ കാര്യം കേൾക്കൂ. തർക്കിച്ചും വഴക്കൂടാൻ നടക്കാനേ പറ്റൂ. അതുകൊണ്ടാണ് ചെവിയുള്ളൻ കേൾക്കട്ടെ തന്നെ എന്താ ഭഗവാൻ പറയുന്നത്? ഇതാ കാരണം. അവർ കേൾക്കേണ്ടവരാണെങ്കിൽ കേൾക്കുമല്ലോ. അപ്പോൾ ഇളക്കി തീർക്കേണ്ട കാര്യമുണ്ട്, അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. അതാണ് ഇളക്കി തീർക്കുക. വെച്ചാൽ നീ അങ്ങനെ നന്നാവണം എത്ര അടിച്ചാലും അടിച്ചേൽപ്പിച്ച് അവർ അടി കൊണ്ടാൽ അത് അവരുടെ സ്വഭാവം മാറ്റത്തില്ല. അത് ജന്മനാ കിട്ടിയ വാസനയാ. എന്താണ്? ഈ മൗഢ്യമായി ഇങ്ങനെ ഇരിക്കണം. അല്പജ്ഞന്മാരാണ് അവർ. എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും ചെയ്തു കൊടുത്താൽ എനിക്ക് ഇത്ര കൊടുത്താ, ഇന്ന് ഇത്ര ചെയ്തു, അതെനിക്ക് ആ ഫലത്തെ മാത്രം അത് അല്പം പോലെ സ്നേഹമോ ഒരു കരുണയോ ദയോ എന്നാൽ അവരിൽ ഇത്രയേ ഉള്ളു തരാൻ അവർക്ക് ഇല്ലായിട്ട് ഏത് ചിന്തിക്കത്തില്ല. മൗഢ്യം ആയിപ്പോയി. അവരുടെ ഉള്ളത്തിൽ മൗഢ്യമാണ്. അവർക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവില്ല. അയ്യോ, അവർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വേണ്ട, അത് മതി, അയ്യോ സ്നേഹത്തോട് വാങ്ങിക്കണം, അതൊന്നുമില്ല. ഞാൻ ഇത്ര ചെയ്താൽ എനിക്ക് ഇത്ര തുല്യം, എനിക്ക് ഇത്ര കിട്ടിയിരിക്കണം, അത് മാത്രമേ ചിന്തയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഉള്ളവരെ, അറിവുള്ളവർ, അതാ പരമാത്മാവായിരിക്കുന്ന ആ ഈശ്വരനെ അറിഞ്ഞിട്ടുള്ളൊരു വ്യക്തി ഈ പറഞ്ഞ മൗഢ്യമതികളെ ഒന്നും ഇളക്കി തീർക്കരുത് എന്നാണ്. നമുക്ക് എല്ലാവർക്കും ഇത്രയും മതി. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.